പാലുൽപാദനത്തിൽ കുതിപ്പിനൊരുങ്ങി പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത്. ഇതിനായി ഇവർ ആവിഷ്കരിച്ച പാലാഴി പദ്ധതിയുടെ ഭാഗമായി ജീവനക്കാർക്കും കർഷകർക്കും നൽകുന്ന പരിശീലനത്തിന് തുടക്കം കുറിച്ചു. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ പരിശീലനം ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188 8547349188. ദേശീയതലത്തിൽ മികച്ച ആസ്പിരേഷണൽ ബ്ലോക്കിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം നേടിയ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷീരമേഖലയുടെ സമഗ്ര വികസനത്തിനായി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആവിഷ്കരിച്ച നൂതന പദ്ധതിയാണ് പാലാഴി. കേരളത്തിൽ തന്നെ ഇതാദ്യമായാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് സ്വന്തം നിലയിൽ ഇങ്ങനെയൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. ക്ഷീരമേഖലയിലെ പ്രതിസന്ധികളെ മറികടന്ന് ക്ഷീരകർഷകരുടെ വരുമാനവും പാലുൽപാദനവും വർദ്ധിപ്പിക്കുക എന്നതാണ് പാലാഴി പദ്ധതിയുടെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം. ഇതിനായി 35 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങളാണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. മൃഗസംരക്ഷണ വകുപ്പിന് പുറമെ ക്ഷീരവികസന വകുപ്പ്, പ്രാദേശിക ക്ഷീര സഹകരണ സംഘങ്ങൾ, കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാല, നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കർണാൽ, നബാർഡ്, കേരള ലൈഫ് സ്റ്റോക്ക് ബോർഡ് തുടങ്ങിയ വകുപ്പുകളും സ്ഥാപനങ്ങളും ക്ഷീരമേഖലയ്ക്ക് ഉണർവേകാനുള്ള പാലാഴി പദ്ധതിയുമായി സഹകരിക്കും. ഇതിന്റെ ഭാഗമായി ജീവനക്കാർക്കും കർഷകർക്കും നൽകുന്ന പരിശീലനത്തിനാണ് തിങ്കളാഴ്ച തുടക്കം കുറിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ പരിശീലനം ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷത്തോളം നീളുന്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പരപ്പ ബ്ലോക്കിലെ ക്ഷീരമേഖലയെ ശാസ്ത്രീയവും ആധുനികവും ആദായകരവുമായ രീതിയിൽ മെച്ചപ്പെടുത്താനും ക്ഷീരോത്പാദന മേഖലയിൽ മുന്നേറ്റമുണ്ടാക്കാനും കഴിയുമെന്ന് കളക്ടർ പറഞ്ഞു. അതുപോലെ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു പദ്ധതി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉടനെ നമ്മൾ പറഞ്ഞതാണ് ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഒരു മാർഗനിർദ്ദേശ പ്രകാരം ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അംഗീകരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു നൂതന പദ്ധതിയായി ഇത് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ജില്ലാ കമ്മിറ്റിയുടെ അംഗീകാരം എടുത്ത് ഒരു നൂതന പദ്ധതിയായി നമുക്ക് ചെയ്യാൻ കഴിയും. അത് മാത്രമല്ല ഇതിലെ ഒരു പദ്ധതി പറഞ്ഞാൽ നമുക്ക് എല്ലാ പദ്ധതിയും പോലെ അല്ല ഈ പദ്ധതി നമ്മൾ നടപ്പാക്കുന്നത്. ഇതിന് നമുക്ക് ഒരു ടെക്നിക്കൽ സപ്പോർട്ട്, ഇതിനുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാര്യങ്ങൾ കൂടി നോക്കി ഒരു വ്യക്തമായിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ട് കൂടിയാണ് ഈ പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത്. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി അധ്യക്ഷയായി. മൃഗസംരക്ഷണ വകുപ്പ് കാസർഗോഡ് ജില്ലാ ഓഫീസർ ഡോക്ടർ പി കെ മനോജ് കുമാർ പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് പരിധിയിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പ്രസന്ന പ്രസാദ്, പി ഷീജ, ടി കെ നാരായണൻ, ഗിരിജ മോഹൻ, ജോസഫ് മുത്തോലി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഭൂപേഷ് എന്നിവർ സംസാരിച്ചു. പദ്ധതിയുടെ നിർവഹണ ഉദ്യോഗസ്ഥനായ ഡോക്ടർ കാർത്തികേയൻ സ്വാഗതവും ജോയിന്റ് BDO ബിജുകുമാർ നന്ദിയും പറഞ്ഞു. പശുക്കളുടെ ആരോഗ്യ സൂചകങ്ങളുടെ സമഗ്ര വിലയിരുത്തൽ, ഉയർന്ന ജനിതക മൂല്യമുള്ള ബീജമാത്രകൾ പശുക്കളുടെ കൃത്രിമ ബീജദാനത്തിനായി ലഭ്യമാക്കൽ, തീറ്റപ്പുല്ലിന്റെ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കൽ തുടങ്ങിയ വിവിധ ഘടകങ്ങൾ ഉൾപ്പെടുന്നതാണ് പാലാഴി പദ്ധതി. ബ്ലോക്കിലെ വിവിധ പഞ്ചായത്തുകളിലെ കന്നുകാലികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന രേഖ തയ്യാറാക്കുകയാണ് പദ്ധതിയുടെ ആദ്യ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ബ്ലോക്കിലെ 7 പഞ്ചായത്തുകളിൽ നിന്നായി കന്നുകാലികളുടെ പാൽ, രക്തം, ചാണകം തുടങ്ങിയവ ശേഖരിച്ച് നടത്തുന്ന സമഗ്ര ആരോഗ്യ സർവേക്ക് ചൊവ്വാഴ്ച തുടക്കം കുറിക്കും. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സർവേയിൽ മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ബ്ലോക്കിലെ 41 ക്ഷീര സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ച് സാമ്പിളുകൾ ശേഖരിക്കും. ഈ സാമ്പിളുകളുടെ പരിശോധനയ്ക്കായി പരപ്പയിൽ താൽക്കാലിക ലബോറട്ടറി സംവിധാനവും ഒരുക്കുന്നുണ്ട്. സാമ്പിളുകൾക്കൊപ്പം കർഷകരുടെ സാമൂഹിക സാമ്പത്തിക വിവരങ്ങളും സമാഹരിക്കും. പരിശോധനാ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ അടുത്ത ഘട്ടത്തിൽ വിവിധ മേഖലകൾക്ക് അനുയോജ്യമായ കന്നുകാലികളുടെ ധാതുലവണ മിശ്രിതം വികസിപ്പിച്ച് കർഷകർക്ക് ലഭ്യമാക്കും. രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധം വർദ്ധിപ്പിക്കാനും ഉരുക്കളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്താനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുവാനും ഇത് സഹായകരമാകും. കൃത്രിമ ബീജദാനം നടത്തി ഗർഭിണിയായ പശുക്കൾക്ക് പിറക്കുന്നത് പെൺകിടാരികൾ തന്നെയാണെന്ന് ഉറപ്പാക്കുന്ന ലിംഗനിർണ്ണയം നടത്തിയ ബീജമാത്രകൾ അഥവാ സെക്സ് സോർട്ടഡ് സെമൻ പാലാഴി പദ്ധതിയുടെ ഭാഗമായി ക്ഷീരകർഷകർക്ക് സൗജന്യ നിരക്കിൽ ലഭ്യമാക്കും. ബ്ലോക്കിലെ ഓരോ പഞ്ചായത്തിലും കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിൽ നിന്നും 300 ഡോസ് സെക്സ് സോർട്ടഡ് ബീജമാത്രകൾ വീതമാണ് ലഭ്യമാക്കുക. ഇതിനു മാത്രമായി 10 ലക്ഷം രൂപയാണ് പദ്ധതിയിൽ വകയിരുത്തിയിട്ടുള്ളത്. ലിംഗനിർണ്ണയം നടത്തിയ ബീജമാത്രകളുടെ കാര്യക്ഷമമായ വിതരണവും ഉപയോഗവും ഉറപ്പുവരുത്തുന്നതിനായുള്ള സാങ്കേതിക ക്രമീകരണങ്ങൾ മൃഗാശുപത്രികളും വെറ്റിനറി ഉപകേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ച് സജ്ജമാക്കും. ക്ഷീരകർഷകർക്കും ഉദ്യോഗസ്ഥർക്കും വേണ്ടിയുള്ള പരിശീലനങ്ങളും ക്ഷീരകർഷകരുടെ പുരയിടത്തിൽ തന്നെ തീറ്റപ്പുൽ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി മൈക്രോ ലെവൽ ഫോഡർ പ്ലാനും അതോടൊപ്പം തന്നെ ക്ഷീര സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ച് തീറ്റപ്പുൽ കൃഷി വ്യാപിപ്പിച്ച് ഫോഡർ ബാങ്കുകൾ രൂപീകരിക്കുന്നതിനായി മാക്രോ ലെവൽ ഫോഡർ പ്ലാനും പാലാഴി പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കും. ന്യൂസ് ബ്യൂറോ, വള്ളരിക്കുണ്ട്.